2025 പുറത്തിറങ്ങിയ PR രംഗനാഥനും മമിത ബൈജുവും കേന്ദ്ര കഥാപാത്രമായി എത്തിയ സിനിമ ഡ്യൂഡ്. ചലച്ചിത്രത്തിന്റെ രസകരമായ കഥ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ? കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. കഥയെ ആരംഭിക്കുന്നത് കഥാനായകൻ അകനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അകൻ അന്ന് അവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് അമുദയുടെ വിവാഹത്തിന് വന്നിരിക്കുകയായിരുന്നു. അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ട് കുറച്ചു നാളുകളായി. പക്ഷേ എന്തുകൊണ്ടാണ് അവൾ തന്നെ ഉപേക്ഷിച്ചത് എന്നവനൊരു പിടുത്തവുമില്ല. അതറിയാൻ വേണ്ടിയായിരുന്നു അവനെന്ന് വിവാഹ റിസപ്ഷനിലേക്ക് എത്തിച്ചേർന്നത്. റിസപ്ഷനിൽ അവളുടെ അടുത്തെത്തി അവളോട് തന്നെ അവൻ ചോദിച്ചു, എന്താ എന്നെ നീ ബ്രേക്കപ്പ് ചെയ്യാൻ കാരണം? പക്ഷെ തനിക്ക് പറയാൻ താല്പര്യമില്ല എന്നായിരുന്നു അമുദയുടെ മറുപടി. അമുദ തിരിഞ്ഞതും പറഞ്ഞിട്ടേ നിന്നെ വിടൂ എന്ന് പറഞ്ഞ് അവൻ അവളെ പിടിക്കാൻ ശ്രമിച്ചു. നിർഭാഗ്യവശാൽ അവന്റെ കൈ കുടുങ്ങിയത് അവളുടെ കഴുത്തിൽ കെട്ടിയിരുന്ന താലിയിലായിരുന്നു. താലി പൊട്ടി. പിന്നെ പറയണ്ടല്ലോ, അവിടെ ആകെ കോലാഹലമായി. മുൻകാമുകൻ വന്ന് കല്യാണപ്പെണ്ണിന്റെ താലി പൊട്ടിച്ചിരിക്കുന്നു. അമുദയെ കെട്ടിയ വ്യക്തിയാകട്ടെ ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. ആകെ ഇടിയും അടിയും ബഹളവും ഒക്കെയായി. ഒടുവിൽ പോലീസ് വന്ന് അകനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. അധികം വൈകാതെ അകൻ സ്റ്റേഷനിലുള്ള വിവരമറിഞ്ഞ് അകനെ പുറത്തിറക്കാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് അകന്റെ കസിനും ബെസ്റ്റ് ഫ്രണ്ടുമായ കുരൽ കടന്നു വന്നു. അകന്റെ മുറപ്പെണ്ണാണ് കുരൽ. പോലീസുകാര് ആദ്യം പുച്ഛത്തോടെയായിരുന്നു കുരലിനെ നോക്കിക്കണ്ടത്. പക്ഷേ കുരൽ അവിടുത്തെ സ്ഥലം മിനിസ്റ്ററുടെ മകളാണ് എന്നറിഞ്ഞതും പോലീസ് ഒന്ന് വിറച്ചു. അകനാകട്ടെ മിനിസ്റ്ററുടെ മരുമകനും, അതായത് പെങ്ങളുടെ മകൻ. അതോടെ അകൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയാണ്. കഥ അവിടെ നിന്നും കുരളിന്റെ അച്ഛനിലേക്ക് തിരിയുന്നു. കുരളിന്റെ അച്ഛൻ നാടൊട്ടുക്കും അറിയപ്പെടുന്ന നല്ലൊരു പൊളിറ്റീഷ്യനാണ്. പാൽ വ്യവസായത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് മന്ത്രിസ്ഥാനം അലങ്കരിച്ചുവരെ നിൽക്കുന്ന വലിയൊരു വ്യക്തി. അദ്ദേഹത്തിന്റെ ഇളയ സഹോദരി മരണപ്പെട്ടതായിരുന്നു. കിണറിൽ വീണ് മരണപ്പെട്ടു. അദ്ദേഹത്തിന് ഏറ്റവും ദുഃഖമുള്ളതുപോലും അതിനാണ്. തന്റെ വീടിനോട് ചേർന്ന് അവർക്കൊരാലയം കിട്ടി എന്നും അദ്ദേഹം അവിടെ തൊഴാറുപോലുമുണ്ട്. ഒരു TV പ്രോഗ്രാമിൽ തന്റെ ജീവിതകഥയെപ്പറ്റി അദ്ദേഹം എല്ലാം വിശദീകരിച്ചു പറഞ്ഞു. ആ TV പ്രോഗ്രാമിന്റെ ഷൂട്ടിംഗ് തുടരുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജയിലിൽ നിന്ന് മോചിതനായ അകനുമായി കുരൽ വന്നെത്തുന്നത്. തന്റെ മരുമകനെ മിനിസ്റ്റർ അഴകപ്പന് ജീവനാണ്. ഷർട്ടില്ലാതെ തന്റെ മരുമകൻ വന്നിറങ്ങുന്ന കണ്ടതും തന്റെ ഷർട്ടൂരി ഓടിപ്പോയി അദ്ദേഹം അവനെ ധരിപ്പിച്ചു. അവനോട് ബിസിനസ് തുടങ്ങാനൊക്കെ പറഞ്ഞൊരു ചെക്കൊക്കെ എഴുതി കൊടുത്തെങ്കിലും അവനത് സ്വീകരിച്ചില്ല. അതിന് മറ്റു ചില കാരണങ്ങളുമുണ്ട്. അകന് കുരലിനോടും അവന്റെ അമ്മാവനോടും വലിയ സ്നേഹമൊക്കെയാണെങ്കിലും അകന്റെ അമ്മയും അഴകപ്പനും തമ്മിൽ വർഷങ്ങളായി മിണ്ടാറ് പോലും ഉണ്ടായിരുന്നില്ല. അവന്റെ അമ്മയ്ക്ക് എന്തുകൊണ്ടോ അഴകപ്പനോട് വലിയ ദേഷ്യമുണ്ട്. എത്ര ചോദിച്ചിട്ടും അമ്മ അത് അവനോട് പറഞ്ഞിട്ടുമില്ല. അകനും കുരളും ഫ്രണ്ട്സും ഒക്കെ ചേർന്ന് ചെറിയൊരു പ്ലാനിംഗ് കമ്പനി നടത്തുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പ്രാങ്ക് പാർട്ടികൾ, സർപ്രൈസുകൾ ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കമ്പനിയായിരുന്നു അത്. വെഡിങ്ങിനും ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കുമൊക്കെ അവർ സർപ്രൈസുകൾ ഒരുക്കും. സന്തോഷത്തോടെ തന്റെ ജോലികൾ ചെയ്തും കുരലിനൊപ്പവും സുഹൃത്തുക്കൾക്കൊപ്പവും സമയം ചെലവഴിച്ചും അകന്റെ ജീവിതം അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു ദിവസം ഒന്ന് സംഭവിച്ചു. ഒരു സർപ്രൈസ് പാർട്ടിക്ക് വേണ്ടി ട്രെയിനിൽ വെച്ച് തയ്യാറെടുപ്പുകൾ നടന്നു. പക്ഷേ ഒടുവിൽ ആ ഒരു നിമിഷത്തിലാണ് അകൻ മനസ്സിലാക്കുന്നത് അന്നത്തെ ആ സർപ്രൈസ് പ്രാങ്ക് തനിക്കുള്ളതാണെന്ന്. സംഭവം എന്തെന്നാൽ കുരൽ അകനെ മുട്ടുകുത്തി ആ ട്രെയിനിൽ വെച്ച് പബ്ലിക്കായി പ്രപ്പോസ് ചെയ്യുകയായിരുന്നു. നാളുകളായി കുരൽ അകനെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് അവന് പല റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നപ്പോ അവൾക്ക് ആ പ്രണയം തുറന്നു പറയാൻ ഒരു അവസരം പോലും കിട്ടിയിരുന്നില്ല. ഇപ്പോൾ അകൻ സിംഗിൾ ആണ്. അവൾക്കിപ്പോഴും ആ ഇഷ്ടമുണ്ട്. അവൾ ആ പ്രണയം തുറന്നു പറയുന്നു. വിവാഹം കഴിക്കാമോ എന്ന് ചോദിക്കുന്നു. അകൻ അവിടെ വെച്ച് കുരലിന്റെ ആ പ്രപ്പോസൽ സ്വീകരിച്ചു. എല്ലാവരും സന്തോഷത്തോടെ കരഘോഷം മുഴക്കി. ആഘോഷങ്ങൾക്ക് ശേഷം കുരളും മകനും അന്ന് തിരികെ പോവുകയാണ്. പാതിവഴിയിൽ വെച്ച് വണ്ടി നിർത്തി അകൻ കുരലിനോട് മനസ്സു തുറന്ന് സത്യങ്ങൾ സംസാരിച്ചു. യാഥാർത്ഥ്യത്തിൽ അകന് കുരലിനോട് പ്രണയമൊന്നുമില്ല. പബ്ലിക്കായി കുരൽ അങ്ങനെ പ്രപ്പോസ് ചെയ്തപ്പോ അവൾ ഇൻസൾട്ടഡ് ആവണ്ടെന്ന് കരുതി മാത്രമാണ് അകൻ ആ പ്രപ്പോസൽ അംഗീകരിച്ചത്. അവൻ അവളെ ഒരു നല്ല ഫ്രണ്ടായിട്ട് മാത്രമേ ഇന്നേ വരെ കണ്ടിട്ടുള്ളൂ. അത് കേട്ടതും കുരൽ ആദ്യം ഇത് പ്രാങ്കാണോ എന്ന മട്ടിലായിരുന്നു ചിന്തിച്ചത്. പക്ഷെ പ്രാങ്കല്ലെന്ന് പറഞ്ഞ് സത്യമാണെന്ന് അവൻ തറപ്പിച്ചു പറഞ്ഞതും കുരലാകെ തകർന്നുപോയി. പിന്നീട് കുരലിനെ അകൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ഒരു വട്ടം കൂടി അതൊക്കെ പ്രാങ്കായിരുന്നോ എന്ന് കുരൽ ചോദിച്ചു. അല്ലെന്നായിരുന്നു അകന്റെ മറുപടി. കുരൽ ആകെ തകർന്നു. അടുത്ത ദിവസം മുതൽ താൻ ഒരുമിച്ച് ജോലിക്ക് വരില്ലെന്നും അവനെപ്പോലെ തനിക്ക് ഒരു ബ്രേക്കപ്പ് സംഭവിച്ച ക്ലോസ് ആയി അങ്ങനെ പെരുമാറാനൊന്നും പെട്ടെന്ന് പറ്റില്ല എന്ന് കുരൽ പറഞ്ഞു. കണ്ണീരോടെയായിരുന്നു കുരൽ അന്ന് വീട്ടിലേക്ക് നടന്നുപോയത്. അകനും തിരികെ പോയി. പ്രണയനൈരാശ്യമോർത്ത് കുരൽ പൊട്ടിക്കരഞ്ഞു. അകന് പക്ഷേ യാതൊരുവിധ പ്രത്യേക ഫീലിംഗ്സും തോന്നുന്നുണ്ടായിരുന്നില്ല. അകന്റെ കൂട്ടുകാർ വരെ കുരലിനെ ഒഴിവാക്കിയതിന് അകനെ വലിയ തോതിൽ വഴക്ക് പറഞ്ഞു. അകനതൊന്നും മൈൻഡ് ചെയ്തതേയില്ല. മറുവശത്ത് കുരലാകട്ടെ വേദനയോടെ കരഞ്ഞ് ദിവസങ്ങൾ തള്ളി നീക്കി. ഒടുവിൽ നാടുവിട്ട് പുറത്ത് പഠിക്കാൻ പോവാൻ അവൾ തീരുമാനിച്ചു. കുരൽ പോയ ശേഷം അകൻ അവളെ ഒരുപാട് മിസ് ചെയ്യാൻ തുടങ്ങി.
തുടങ്ങിയിരുന്നു. മുമ്പൊക്കെ എപ്പോഴും കുരൾ അവന്റെ കൂടെയുണ്ടാകും. ഇപ്പോൾ അവൻ തീർത്തും ഒറ്റയ്ക്കാണ്. കൂടെയുള്ളവരും കാണുന്ന ആളുകളുമൊക്കെ മാരേജ് കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഫ്രണ്ട്സ് ആയിരുന്ന ആൾക്കാർ വരെ വിവാഹം ചെയ്യുന്നത് കണ്ടപ്പോ താൻ കുരളിനെ കല്യാണം കഴിക്കേണ്ടതായിരുന്നു എന്നുവരെ അങ്ങനെ തോന്നാൻ തുടങ്ങി. ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ പോലും അവൻ കുരളിനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നു. ഇതൊക്കെ അവരുടെ കൊളീഗ് കൂടിയായ സംയുക്ത എന്ന പെൺകുട്ടി ശ്രദ്ധിക്കുന്നുമുണ്ട്. അവൾ പലപ്പോഴും അവനോട് പറഞ്ഞു, നീ ഇപ്പോഴും കുരളിന് മിസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാ നീ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ തന്റെ ഉള്ളിലുള്ളതൊന്നും പുറത്തു കാണിക്കാൻ അകൻ ഒരുക്കമായിരുന്നില്ല. താൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞ് അത് പ്രകടമാക്കാൻ അവിടെ എല്ലാവർക്കുമൊപ്പം അവൻ ഡാൻസ് കളിക്കാൻ പോലും തുടങ്ങി. പാർട്ടി കഴിഞ്ഞ് അവൻ തിരികെ വരുമ്പോ അവരുടെ ബൈക്ക് നായക്കൂട്ടം ചുറ്റിവളഞ്ഞ് ആക്രമിക്കാൻ ആരംഭിച്ചു. രക്ഷപ്പെട്ട് പോവാനുള്ള ആ തത്രപ്പാടിൽ അവരുടെ ബൈക്ക് അപകടത്തിൽപ്പെടുകയാണ്. അകനും കൂട്ടുകാരനും താഴേക്ക് തെറിച്ചു വീണു. മരണത്തെ മുന്നിൽ കണ്ടെന്നവണ്ണം കുറച്ചുനേരം ബോധം കെട്ടകൻ കിടന്നിരുന്നു. ആ ഒരു സമയത്ത് അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന ഓർമ്മകളെല്ലാം കുരളിനെ പറ്റിയുള്ളത് മാത്രമായിരുന്നു. കൂട്ടുകാരൻ വന്ന് അകനെ വിളിച്ചുണർത്തി ബോധം വന്നു കഴിഞ്ഞപ്പോ താൻ കുരളിനെ പ്രണയിക്കുന്നുണ്ട് എന്നകൻ പറഞ്ഞു. താൻ എത്രമാത്രം കുരളിനെ പ്രണയിക്കുന്നുണ്ട് എന്നകൻ തിരിച്ചറിഞ്ഞത് മരണത്തോട് മല്ലിട്ട ആ ഒരു നിമിഷത്തിലായിരുന്നു. ഒരു തവണ കുരളിനെ റിജക്ട് ചെയ്തതാണ്. അവളെ ഫോൺ വിളിച്ച് പ്രണയം പറയാനും അകനെന്തോ മടി തോന്നി. അതുകൊണ്ട് നേരിട്ട് വിവാഹാലോചനയുമായി മുമ്പോട്ടു പോകാം എന്ന തീരുമാനത്തിൽ അകൻ പോയി അഴകപ്പനെ ചെന്നു കണ്ടു. തന്റെ മകളുടെ പ്രപ്പോസൽ റിജക്ട് ചെയ്തതിൽ അഴകപ്പൻ അകനോട് ചെറിയ ദേഷ്യത്തിലും പരിഭവത്തിലുമൊക്കെയായിരുന്നു. പക്ഷേ അവൻ തന്റെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചാണ് എത്തിയത് എന്ന് കണ്ടതും അഴകപ്പൻ ഒരുപാട് സന്തോഷിച്ചു. പ്രധാന പ്രശ്നം അതൊന്നുമല്ലല്ലോ. അഴകപ്പനും അകന്റെ അമ്മയും തമ്മിൽ വർഷങ്ങളായി മിണ്ടാറില്ല. അകന്റെ അമ്മ അതിന് സമ്മതിക്കുമോ എന്നഴകപ്പൻ സംശയിച്ചിരുന്നു. അകൻ പോയി അമ്മയോട് അപേക്ഷിച്ചു. അകന്റെ അമ്മയ്ക്കും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അകന്റെ സന്തോഷത്തിനു വേണ്ടി അമ്മ വിവാഹത്തിന് സമ്മതിച്ചു. കുരളിനെ ആ അമ്മയ്ക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. വൈകാതെ വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ടു പോവാൻ ആരംഭിച്ചു. വിവാഹ ചടങ്ങുകൾ തുടങ്ങി. വിവാഹം ക്ഷണിക്കുവാൻ വേണ്ടി അകൻ തന്റെ എക്സ് ലവർ അമുദയെയും ഭർത്താവിനെയും കാണാൻ ചെന്നു. അപ്പോഴാണ് അകൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അമുദയും ഹസ്ബൻഡും വൈകാതെ കാനഡയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അവിടെ അമുദയുടെ ഭർത്താവിന് ഒരു ജോലി റെഡിയായിട്ടുണ്ട്. അന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പും അമുദയ്ക്കടുത്ത് എന്തുകൊണ്ടാ നീ എന്നെ റിജക്ട് ചെയ്തത് എന്നകൻ ചോദിച്ചെങ്കിലും അമുദ മറുപടി പറഞ്ഞില്ല. വിവാഹ ചടങ്ങുകൾ നല്ല രീതിയിൽ മുമ്പോട്ടു പോയി. ഒടുവിൽ അകൻ ആ വാർത്തയറിഞ്ഞു. കുരൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നിരിക്കുന്നു. ഏറെ സന്തോഷത്തോടെ അവളെ കാണാനും അവളോടുള്ള പ്രണയം തുറന്നു പറയാനുമായി അകൻ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവളുടെ മുറി തുറന്ന് അകത്തേക്ക് കയറിയതും അവളെ കണ്ട് അവൻ അവളെ ചുംബിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവനെ തള്ളിമാറ്റി അവൾ തല്ലുകയായിരുന്നു ചെയ്തത്. അപ്പോഴാണ് അവൻ അത് ശ്രദ്ധിക്കുന്നത്. മരിക്കുവാൻ വേണ്ടി അവൾ അവിടെ തൂക്കുകയർ വരെ ഇട്ടിരിക്കുകയാണ്. അകൻ കാര്യം തിരക്കി. അപ്പോഴാണ് മനസ്സിലാവുന്നത് അവൾ വലിയ കൺഫ്യൂഷനിലാണ്. അച്ഛൻ വിളിച്ചപ്പോ അകനെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് അവൾ അറിയിച്ചിരുന്നു. പക്ഷെ അകനുമായി ബ്രേക്കപ്പായി ബാംഗ്ലൂരിൽ പോയ സമയത്ത് പാരി എന്നു പേരുള്ള ഒരു പയ്യനുമായി അവൾ അടുപ്പത്തിലായി. പഴയ ബ്രേക്കപ്പിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്ത അവൾ പാരിയുമായി പ്രണയത്തിലായിരുന്നു. പക്ഷെ അവൾ അതൊരിക്കലും അവനോട് തുറന്നു പറഞ്ഞില്ല. അത് പറയാൻ നിൽക്കുമ്പോഴാണ് അച്ഛനകന്റെ വിവാഹകാര്യം പറഞ്ഞ് വിളിക്കുന്നത്. അതോടെ കൺഫ്യൂഷനിൽ അവൾ അകനെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചു പോയതായിരുന്നു. പക്ഷെ ഇപ്പോൾ അകനെ തനിക്ക് ഇഷ്ടമല്ല, പാരിയെയാണ് കൂടുതൽ ഇഷ്ടം എന്നവൾ മനസ്സിലാക്കിയിരിക്കുന്നു. അവൾക്കിപ്പോ എന്തു ചെയ്യണമെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. അകന് കാര്യം മനസ്സിലായി. അവൾ മൂവ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അവൾക്കിപ്പോൾ മറ്റൊരു പ്രണയവുമുണ്ട്. താനൊരു അധികപ്പറ്റാണ്. അകൻ തന്റെ പ്രണയം അവളോട് പറഞ്ഞതേയില്ല. അവളുടെ അച്ഛൻ ഡബിൾ പ്ലേ കളിച്ച് നിർബന്ധിച്ചപ്പോ താൻ വിവാഹത്തിന് സമ്മതിച്ചു പോയതാണ് എന്ന മട്ടിൽ അവൻ പറഞ്ഞു. അത് കേട്ടതും അവൾക്കും സമാധാനം തോന്നി. അകൻ തന്നെ പ്രണയിക്കുന്നില്ലല്ലോ, ഇനിയിപ്പോൾ കുഴപ്പമില്ല. തനിക്ക് ധൈര്യമായി പാരിയെ ഇഷ്ടപ്പെടാം. വിവാഹം മുടക്കിയാൽ മാത്രം മതി. കാര്യങ്ങൾ അഴകപ്പനോട് തുറന്നു പറയാൻ വലിയ തോതിൽ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞു വന്ന അകൻ കുരളിനോട് പറഞ്ഞു. കുരളിന് വലിയ ഭയം തോന്നുന്നുണ്ടായിരുന്നു. അകൻ കുരളിന് വീഡിയോ കോൾ ചെയ്തു നൽകി. ഞാൻ കൂടെയുണ്ടെന്ന് വിചാരിച്ച് ധൈര്യമായി പറഞ്ഞു എന്ന് പറഞ്ഞു. കുരൾ അച്ഛനുണ്ടായിരുന്ന ഇടത്തേക്ക് പോയി ഫോൺ വെച്ച് കാര്യങ്ങൾ അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങി. തനിക്ക് തെറ്റുപറ്റിയതാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്നും താൻ മറ്റൊരാളുമായി പ്രണയത്തിലാണ് എന്നും കുരൾ പറഞ്ഞു. അഴകപ്പൻ ആദ്യമൊന്നും ദേഷ്യപ്പെട്ടതേയില്ല. കുഴപ്പമില്ല, മോളുടെ ഇഷ്ടം താൻ നടത്തിത്തരാം എന്നായിരുന്നു അഴകപ്പൻ പറഞ്ഞത്. പിന്നാലെ പാരിയെപ്പറ്റി തിരക്കി. പാരി അനാഥനാണെന്ന് അറിഞ്ഞതും അതൊന്നും കുഴപ്പമില്ല, നമുക്ക് സ്വത്തുക്കളുണ്ടല്ലോ എന്നായിരുന്നു അഴകപ്പന്റെ മറുപടി. പക്ഷേ പാരി മറ്റൊരു ജാതിക്കാരനാണെന്ന് അറിഞ്ഞതും അഴകപ്പന്റെ മട്ടുമാറി. വിവാഹം നടക്കില്ല എന്നഴകപ്പൻ തീർത്തു പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അഴകപ്പൻ കെട്ടിയ സഹോദരിക്ക് വേണ്ടിയുള്ള നിനവാലയത്തിൽ വെച്ചിട്ടായിരുന്നു. കുരൾ പറഞ്ഞു, അച്ഛൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛനെ കല്യാണം നിർത്തിയില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരോടും പറയും. അച്ഛനെന്നും പൂജിച്ചുകൊണ്ടിരിക്കും.
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ അമ്മായിയാണേ സത്യം. അത് കേട്ടതും അഴകപ്പന്റെ മുഖം മാറി. അഴകപ്പൻ തിരികെ വന്ന് ഞെട്ടിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഈ പൂജിക്കുന്ന നിന്റെ അമ്മായിയുണ്ടല്ലോ, അവളെ കൊന്നത് തന്നെ ഞാനാണ്. പിന്നെയാണ് അഴകപ്പൻ ആ പഴയ കാര്യങ്ങൾ പറയുന്നത്. അഴകപ്പന്റെ സഹോദരി കീഴ്ജാതിയിൽപ്പെട്ട ഒരുത്തനെ വിവാഹം കഴിക്കാൻ വേണ്ടി അഴകപ്പൻ അടുത്തു വന്നു. പിന്മാറാൻ പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. ഒടുവിൽ അഴകപ്പൻ തന്നെ കൊന്ന് അവളെ കിണറ്റിൽ തള്ളുകയായിരുന്നു. അതിന്റെ പേരിലാണ് അകന്റെ അമ്മ ഇന്നേ വരേക്കും അഴകപ്പനോട് സംസാരിക്കാതിരിക്കുന്നത്. അത് കേട്ടതും അക്ഷരാർത്ഥത്തിൽ കുരളും വീഡിയോ കോളിലൂടെ അത് കാണുകയായിരുന്ന അകനും ഞെട്ടിത്തെറിച്ചു. തന്റെ മകളെപ്പോലും കൊല്ലും എന്ന മട്ടിൽ അഴകപ്പൻ ഭീഷണിപ്പെടുത്തിച്ചെന്നതും അകനങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു. ഇത് മുഴുവൻ ഒരു പ്രാങ്കാണെന്ന് പറഞ്ഞ് കുരളിനെ രക്ഷപ്പെടുത്താൻ അകൻ ശ്രമിച്ചു. ഉടൻ അഴകപ്പനും തട്ടുമറിച്ചു. നിങ്ങൾ ഈ പ്രാങ്ക് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ട് ഞാനും നിങ്ങളെ ഒന്ന് പ്രാങ്ക് ചെയ്തതാ, എങ്ങനുണ്ട് എന്നായി അഴകപ്പന്റെ ചോദ്യം. കുരളും അകനും കിടുങ്ങി നിന്നു. അഴകപ്പൻ പ്രാങ്ക് ചെയ്തതോ നുണ പറഞ്ഞതോ അല്ല, തന്റെ സഹോദരിയുടെ കാര്യമടക്കം പറഞ്ഞത് സത്യമായിരിക്കും എന്ന് കുരളിനും അകനും പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അവർ വല്ലാതെ ഭയപ്പെട്ടു. വിവാഹം മുടക്കുവാൻ മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല. അങ്ങനെ വിവാഹത്തലേന്ന് റിസപ്ഷൻ പാർട്ടി അരങ്ങേറുകയാണ്. അഴകപ്പൻ മിനിസ്റ്റർ ആയതുകൊണ്ടും ഇന്ത്യൻ രാഷ്ട്രീയവുമായി നല്ല ബന്ധമുള്ളതുകൊണ്ടും രാഷ്ട്രീയത്തിലെ മുതിർന്ന പല നേതാക്കളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അധികം വൈകാതെ കുരളുടെ കാമുകൻ പാരിയും വന്നു ചേർന്നു. കുരള് തന്നെ അകന് പാരിയെ പരിചയപ്പെടുത്തി. അകന് പാരിയെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവനുള്ളിൽ അതൊക്കെ കടിച്ചമർത്തി. കുരളുമായി ഒളിച്ചോടാനായിരുന്നു പാരിയുടെ ആദ്യഘട്ട പദ്ധതി. പക്ഷേ പാരി പ്രതീക്ഷിച്ചു വന്ന സഹായം ചെയ്യുമെന്ന് വിചാരിച്ച കന്നഡ മിനിസ്റ്റർ വരെ അഴകപ്പന്റെ ആളാണെന്ന് കണ്ടതും പാരി അടിമുടി വിറച്ചു. ഇനി അവർക്ക് മുമ്പിൽ ആകെയുള്ള വഴി വിദേശത്തേക്ക് രക്ഷപ്പെട്ടു പോവലാണ്. വിദേശത്തേക്ക് കടന്ന് അവിടെ സെറ്റിൽ ചെയ്ത് ജീവിക്കാം. അഴകപ്പൻ അവിടെ അത്രമേൽ പിടിപാടുണ്ടാവില്ല. ആ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുമ്പോഴാണ് പാരി അത് പറയുന്നത്. പാരിക്ക് പാസ്പോർട്ടില്ല. അഗ്രദേശ്യം മിരച്ചു കയറി വന്നു. അവർക്ക് മുമ്പിൽ ഇനി മറ്റു വഴികളൊന്നുമില്ല. വിവാഹ ചടങ്ങുകളുമായി മുമ്പോട്ട് പോയേ പറ്റൂ. അകൻ ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായി. കുരളിനും എന്തു ചെയ്യണമെന്നറിയാൻ പാടില്ല. അപ്പോഴാണ് പാരി വന്ന് ഒരു കാര്യം മകനോട് പറയുന്നത്. ഒരേ ഒരു ഐഡിയയേ ഉള്ളൂ. അകന്റെയും കുരളിന്റെയും വിവാഹം നടത്തുക. അതിനുശേഷം പാസ്പോർട്ട് റെഡിയാക്കി കുരളുമായി പാരി ഒളിച്ചോടുക. അത് കേട്ട് ആദ്യം ദേഷ്യം വന്ന് താൻ ഒന്നിനുമില്ല, നിങ്ങളായി നിങ്ങളുടെ പാടാ എന്ന് പറഞ്ഞ് അകനിറങ്ങിപ്പോവാൻ തുടങ്ങിയെങ്കിലും പിന്നീട് കുരളിനെ ഓർത്തപ്പോ അവളെങ്ങനെ വിട്ടുപോവാൻ മനസ്സില്ലാതെ അവൻ തിരികെ വന്നു. വൈകാതെ വിവാഹ ചടങ്ങുകൾ നടന്നു. അവരെ സംബന്ധിച്ച് അതൊരു ഫേക്ക് വിവാഹം മാത്രമായിരുന്നു. പാസ്പോർട്ടും മറ്റും റെഡിയായാൽ കുരളിനെയും കൂട്ടി പാരി സ്ഥലം വിടും. വിവാഹം കഴിഞ്ഞതും അവർക്ക് താമസിക്കാൻ അഴകപ്പൻ വില കൂടിയൊരു ഫ്ളാറ്റ് തന്നെ അവർക്ക് സമ്മാനമായി കൊടുത്തിരുന്നു. ഫ്ളാറ്റ് സമ്മാനിക്കുമ്പോ അഴകപ്പൻ പറഞ്ഞു, ഈ ഫ്ളാറ്റ് നിങ്ങൾക്കല്ല, എന്റെ പേരക്കുട്ടിക്കുള്ളതാണ്. പെട്ടെന്ന് തന്നെ അതിനുവേണ്ട കാര്യങ്ങൾ നോക്കിക്കോ. എന്തായാലും അതിനുശേഷം അവർ വിദേശത്തേക്ക് പോവാനുള്ള തയ്യാറെടുപ്പും വിസ പ്രോസസ് കാര്യങ്ങളും അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ വിദേശത്ത് സ്ഥിരമായി നിൽക്കണമെങ്കിൽ അവർക്ക് ജോബോ സ്പോൺസർഷിപ്പോ എന്തെങ്കിലും ഒക്കെ വേണം. അതില്ലാതെ അങ്ങനെ പോവാൻ സാധിക്കില്ല. ഇതിനിടയിലാണെങ്കിൽ അകൻ ഇതിനൊക്കെ വേണ്ടി അന്വേഷിക്കുമ്പോ പാരിയും കുരളും ഇതൊന്നും ശ്രദ്ധിക്കാതെ മുടിഞ്ഞ പ്രേമം. അകനിത് കാണുമ്പോൾ ദേഷ്യം വരുന്നുമുണ്ട്. ഒടുവിൽ അവരെ വിദേശത്തേക്ക് കടത്താൻ എന്താണ് പ്ലാൻ എന്ന് ചിന്തിച്ച അകന് അമുദയുടെ കാര്യം ഓർമ്മ വന്നു. അമുദയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സഹായിക്കാൻ ആവശ്യപ്പെട്ടു. അമുദ അതിന് തയ്യാറായില്ലെങ്കിലും അമുദയുടെ ഭർത്താവ് എല്ലാ പിന്തുണയും അകന് നൽകാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ആ കടമ്പ അവിടെ അവസാനിച്ചു. 3 മാസത്തിനുള്ളിൽ പാസ്പോർട്ടും എടുത്ത് ബാക്കി കാര്യങ്ങളും തീർത്ത് അവരെ വിദേശത്തേക്ക് അയക്കാം എന്നതായിരുന്നു പദ്ധതി. 3 മാസങ്ങൾ കഴിഞ്ഞു. പാരിക്ക് പാസ്പോർട്ടും കിട്ടി. വിസ പ്രോസസിന്റെ സമയമായി. പക്ഷേ പ്രശ്നം അവിടൊന്നുമായിരുന്നില്ല. എല്ലാവരും വിചാരിച്ചിരുന്നത് പാരി വിസ പ്രോസസ്സിൽ ഫെയിൽഡ് ആവുമെന്നായിരുന്നു. പക്ഷേ പാരി പാസ്സായി. ഫെയിൽഡ് ആയതാകട്ടെ പലവട്ടം വിദേശത്ത് പോയിട്ടുള്ള കുരളായിരുന്നു. കുരളിന്റെ മെഡിക്കൽ റിപ്പോർട്ടിൽ കുരൾ പ്രഗ്നന്റ് ആണെന്ന് വന്നിരുന്നു. അത് കണ്ടതും അക്ഷരാർത്ഥത്തിൽ അകൻ ഞെട്ടി. ഈ കാലയളവിൽ പാരിയും കുരളും ഒന്നു ചേർന്നു. അങ്ങനെ കുരൾ ഗർഭിണിയായതാണ്. കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നു. അകനാണെങ്കിൽ ദേഷ്യം കൊണ്ട് വിറച്ചു. ഇതിപ്പോൾ പാരിക്കും കുരളിനും മകനും മാത്രമേ അറിയൂ കുട്ടി പാരിയുടേതാണെന്ന്. മറ്റുള്ളവരുടെ മുമ്പിൽ അതകന്റെ കുട്ടിയാണ്. വിവരം പുറത്തറിഞ്ഞ കൂടുതൽ വഷളാവും. അടുത്ത വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ പോലും 4 മാസം വേണം. ഒടുവിൽ ഗർഭഛിദ്രം നടത്താൻ വേണ്ടി അകൻ സജസ്റ്റ് ചെയ്തു. കുരളാദ്യം അതിന് സമ്മതിച്ചില്ലെങ്കിലും അതിലെ പ്രശ്നങ്ങൾ അകൻ എടുത്തു പറഞ്ഞപ്പോ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും കുരൾ അതിന് തയ്യാറായി. ഒടുവിൽ അവർ ഡോക്ടറുടെ മുമ്പിൽ എത്തി. ഡോക്ടർ സംസാരിച്ചപ്പോഴാണ് പറയുന്നത്, കുരളിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ട് ഈ ഗർഭഛിദ്രം നടത്തിയാൽ ഇനി ഒരു കുട്ടിയുണ്ടാവാൻ 10% സാധ്യതയേ ഉള്ളൂ.
കൊടുത്തു. അതോടെ അത്ര നേരം ഗർഭഛിദ്രം നടത്തണം എന്നൊറ്റക്കാലിൽ നിന്ന് അകന്റെ മനസ്സ് മാറി. അത് വേണ്ടെന്ന് അവൻ പറഞ്ഞു. പക്ഷേ കുരൾ അപ്പോഴേക്കും ദേഷ്യത്തിലായി കഴിഞ്ഞിരുന്നു. അകൻ അത്ര വലിയ വാക്കുകളാണ് ഇതിനോടകം കുരളിനോട് പറഞ്ഞു കഴിഞ്ഞിരുന്നത്. എന്തായാലും ഗർഭഛിദ്രം നടത്തണം എന്ന് കുരൾ പറഞ്ഞെങ്കിലും അകൻ അതിൽ നിന്ന് കുരളിനെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു. ഒടുവിൽ അതിനുവേണ്ടി അകന് അഴകപ്പനെ തന്നെ വിളിച്ച് ഇക്കാര്യം പറയേണ്ടി വന്നു. താൻ മുത്തശ്ശനാവാൻ പോകുന്നു എന്ന് വിവരമറിഞ്ഞ് മിനിസ്റ്റർ അഴകപ്പൻ പാഞ്ഞെത്തി. എല്ലാവരും പിന്നീട് അങ്ങോട്ടേക്ക് വലിയ ആഘോഷത്തിലും സന്തോഷത്തിലുമായിരുന്നു. കുരളിനെ ട്രീറ്റ് ചെയ്യാനും മറ്റും നിരവധി ആളുകളുണ്ടായിരുന്നു. ഇതിനിടയിൽ കൂട്ടുകാരൊക്കെ അകന്റെ കുട്ടിയാണതെന്ന് ചിന്തിച്ച് അഭിനന്ദിക്കാൻ വന്നെങ്കിലും അത് പാരിയുടെ കുട്ടിയാണെന്ന് അറിഞ്ഞതും അവനെ പുച്ഛിച്ച് കളിയാക്കി പുറത്തേക്ക് പോയി. അകനും അപമാനങ്ങളൊക്കെ ഏറ്റുവാങ്ങി. പക്ഷേ അവൻ അതിന്റെ ദേഷ്യമോ വേദനയോ ഒന്നും പുറത്തു കാണിച്ചില്ല. ഒടുവിൽ ഡെലിവറിയുടെ സമയമായി. അകൻ വളരെ കൂളായിട്ടിരിക്കുമ്പോ പാരി ടെൻഷൻ അടിച്ച് നടക്കുകയായിരുന്നു. അതിന്റെ പേരിൽ അവളുണ്ടായിരുന്ന ഒരു അമ്മൂമ്മ വരെ അകനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവരുടെ കണ്ണിൽ കുട്ടിയുടെ അച്ഛൻ അകനാണല്ലോ. പിന്നാലെ നഴ്സ് വന്നു. കുരള് പാനിക്കാവുന്നെന്നും ഭർത്താവിനെ കൂടെ നിർത്താൻ വേണ്ടി കൊണ്ടുപോകണമെന്നും പറഞ്ഞു. അകൻ മടിച്ചെങ്കിലും എല്ലാവരും കൂടി അകനെ തള്ളി ലേബർ റൂമിലേക്ക് കയറ്റി. എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യം ഒഴിഞ്ഞു മാറിപ്പോവാനൊക്കെ അകൻ നോക്കിയെങ്കിലും കുരൾ അവന്റെ കയ്യിൽ പിടിച്ച് നീ കൂടെ നിന്നാ കുറച്ച് ധൈര്യം കിട്ടുമെന്ന് പറഞ്ഞതും അകൻ അവളുടെ കൂടെ തന്നെ നിന്നു. ഒടുവിൽ കുരൾ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി. അകന്റെ കയ്യിലേക്കായിരുന്നു ആ കുട്ടി ആദ്യം നൽകപ്പെട്ടത്. അകന് വല്ലാത്തൊരു ഫീലിംഗ് തോന്നി. തന്റെ രക്തത്തിൽ പിറന്ന കുട്ടിയല്ലെങ്കിൽ കൂടിയും അത് തന്റെ കൂടി മകനായിട്ടായിരുന്നു അകന് ഫീൽ ചെയ്തത്. പിന്നീട് പുറത്തെത്തി കുട്ടിയെല്ലാവരെയും കാണിക്കുമ്പോ അവിടുണ്ടായിരുന്ന അമ്മൂമ്മ കുട്ടിക്ക് അകന്റെ അതേ മുഖവും മൂക്കുമാണ് എന്നൊക്കെ പറഞ്ഞതും അകന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ കടിച്ചു പിടിച്ചു നിന്നു. ഒടുവിൽ കുട്ടിയെ കാണാൻ പാരി ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നത് അകൻ നോക്കി കണ്ടു. എല്ലാവരെയും ഇറക്കിവിട്ട് ഫോട്ടോ എടുക്കാനെന്ന മട്ടിൽ പാരി അവൻ അകത്ത് കയറ്റി. കുരളിനും പാരിക്കും ഒന്നിച്ച് കുട്ടിക്കൊപ്പം സമയം ചെലവഴിക്കാൻ അവസരമൊരുക്കി. ഇതൊക്കെ മാറി നിന്ന് അവൻ നോക്കിക്കാണുന്നുണ്ട്. ഉള്ളിൽ വേദനയുണ്ടെങ്കിലും അവനത് പുറത്തു കാണിച്ചില്ല. പക്ഷെ എന്തോ ഒരു സന്തോഷവും അവൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നാളുകൾ കടന്നുപോയി. കുട്ടിയെ പേര് വിളിക്കുന്ന ആ ചടങ്ങുള്ള ദിവസം എത്തി. പാരിയും കുരളും സന്തോഷത്തോടെ റൊമാൻസ് ഒക്കെ കാണിച്ച് സമയം ചെലവഴിക്കുമ്പോ അകൻ അവരുടെ കുട്ടിയെ നോക്കിയിരിക്കുകയായിരുന്നു. അകന്റെ കൂട്ടുകാരന് വരെ അതൊക്കെ കണ്ട് സങ്കടം വരുന്നുണ്ട്. പോരാത്തതിന് ഒരു വസ്തു അമ്മാനമാടി കുട്ടിയെ കളിപ്പിച്ച് അങ്ങനെ ഇരിക്കുന്ന അകനെ കണ്ട് അവനിപ്പോ കണ്ട ജോക്കറിനെ പോലെയുണ്ട് എന്ന് കുരൾ പറഞ്ഞത് കേട്ടതും ആ കൂട്ടുകാരന്റെ നിയന്ത്രണം വിട്ടു. എല്ലാ സത്യവും കുരൾ അറിയണം എന്ന് ആ കൂട്ടുകാരന് തോന്നി. ആക്സിഡന്റ് പറ്റിയതു മുതൽ അകൻ കുരളിനെ പ്രണയിച്ചതും അത് പറയാൻ വന്നപ്പോ അവൾ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന കണ്ട് അത് പറയാതെ തിരികെ പോന്നതും പാരിയുമായി അവളെ ചേർത്ത് വെക്കാൻ തീരുമാനിച്ചതുമടക്കമുള്ള കാര്യങ്ങൾ ആ കൂട്ടുകാരൻ വെളിപ്പെടുത്തി. കുരൾ ഞെട്ടലോടിയായിരുന്നു അത് കേട്ടത്. അകൻ തന്നെ പ്രണയിച്ചിരുന്നുവെന്ന സത്യം, അത്രയൊക്കെ ആത്മാർത്ഥമായി നിന്നെ പ്രണയിച്ച ഒരുത്തനെ കുരൾ യൂസ് ചെയ്യുകയായിരുന്നുവെന്നും വിവാഹം കഴിച്ച് നീയും ഭാര്യയും കൂടി വിദേശത്തേക്ക് പോവും, അവന്റെ ജീവിതം ഇനി എന്താകും, ആരവനെ കല്യാണം കഴിക്കും എന്നൊക്കെ ചോദിച്ച് കൂട്ടുകാരൻ കുരളിനെ കുറ്റപ്പെടുത്തുകയും കൂടി ചെയ്തു. കുരളിന് ആകെ വല്ലാതായി. കുരളെന്ന് വേദന കൊണ്ട് കരഞ്ഞു. അവൾ ഒരു മുറിക്കകത്ത് വന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഒരു സൈഡിൽ നിന്ന് മാത്രം നിൽക്കുന്ന ആ ഗ്ലാസിന്റെ മറുവശത്ത് അകൻ നിൽക്കുന്നുണ്ട്. കൂടെ അവളുടെ കുട്ടിയും. അകൻ മാടസ്വാമി എന്ന് പേരിട്ട് ആ കുട്ടിയോട് സംസാരിച്ചു. അന്ന് രാത്രി കുരളും പാരിയും കുട്ടിയും കാനഡയിലേക്ക് പോവാനിരിക്കുകയാണ്. അകൻ പറഞ്ഞു, കാനഡയിൽ പോയി കഴിയുമ്പോ നിന്റെ അമ്മ ചിലപ്പോ എന്നെ മറക്കും, നീ എന്നെ മറക്കില്ലല്ലോ അല്ലേ, ഒരു രീതിയിൽ ഞാനും നിന്റെ അച്ഛനല്ലേ. ഇതൊക്കെ കണ്ടും കേട്ടും കുരളാകെ തകർന്ന് പൊട്ടിക്കരഞ്ഞ് ഗ്ലാസിന്റെ മറുവശം നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് കുറച്ചധികം സമയം കഴിഞ്ഞ് അവർ അവിടെ നിന്ന് മടങ്ങാൻ തുടങ്ങി. കാറിൽ പോകുമ്പോ കുരൾ അവനോട് സംസാരിച്ചു. താൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ ഞാൻ അറിഞ്ഞു എന്നായിരുന്നു അകന്റെ മറുപടി. നിന്നോട് ആ കാര്യങ്ങൾ പറഞ്ഞവനെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നും മകൻ പറഞ്ഞു. അതോടെ കുരള് ചോദിച്ചു, നീ വലിയ ത്യാഗിയും ഞാൻ വലിയ ദ്രോഹിയായി മാറുവാണോ? നീ എന്നെ പറ്റി ആലോചിക്കണ്ട, നീ നാട് വിട്ടുപോയി രക്ഷപ്പെടാൻ നോക്ക് എന്നായിരുന്നു കുരളിന്റെ ചോദ്യത്തിന് അകന്റെ മറുപടി. പക്ഷെ അങ്ങനെ പറ്റില്ല, നിന്റെ ലൈഫും സെറ്റിൽ ആവണം, എന്നിട്ടേ ഞാൻ പോകൂ എന്ന് കുരൾ ഉറച്ചു പറഞ്ഞു. നല്ല ലൈഫ് ഉണ്ടാവുകയാണെങ്കിൽ രണ്ടുപേർക്കും ഒരേപോലെ വേണം, അല്ലെങ്കിൽ ആർക്കും വേണ്ട എന്നായിരുന്നു കുരൾ പറഞ്ഞത്. അവൾ പാസ്പോർട്ടും പേപ്പേഴ്സും പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അകൻ വണ്ടി നിർത്തി അത് പെറുക്കിയെടുത്തു. കുരളിനോട് ദേഷ്യപ്പെട്ടു. പക്ഷേ കുരൾ ഒരു തരത്തിലും അകൻ പറയുന്ന കാര്യങ്ങളോട് അടുക്കുന്നുണ്ടായിരുന്നില്ല. അകൻ വിവാഹം കഴിച്ചാലേ താൻ ഇവിടുന്ന് പോവൂ എന്ന് കുരൾ ഉറപ്പിച്ചു പറഞ്ഞു. അകന് കുരളിനെ തിരുത്താനും സാധിച്ചില്ല. അടുത്ത ദിവസം മുതൽ കുരൾ അതിനുള്ള പണി ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഡിവോഴ്സ് പേപ്പേഴ്സിൽ അകനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. ശേഷം
മാട്രിമോണി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് മാച്ച് നോക്കാനും തുടങ്ങി. നിരവധി പെൺകുട്ടികളെ കണ്ടെങ്കിലും അകന്റെയും കുരളിന്റെയും യഥാർത്ഥ കഥ കേൾക്കുമ്പോഴും മറ്റുമായി അവർ പുച്ഛിച്ചു തള്ളി അകനെ ഒഴിവാക്കിക്കൊണ്ടിരുന്നു. നാളുകൾ കഴിഞ്ഞിട്ടും ഒന്നും സെറ്റാവുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അകൻ തന്നെ ഒരു പദ്ധതിയിട്ടു. കൂടെ വർക്ക് ചെയ്യുന്ന സംയുക്തയെ കുരലിനടുത്തേക്ക് പറഞ്ഞയച്ച് അവൾക്ക് അകനെ ഇഷ്ടമാണെന്ന് പറയിപ്പിച്ചു. അങ്ങനെ അകന്റെ പ്ലാൻ പോലെ തന്നെ സംയുക്തയെ അകന് മാച്ചായതായി വരുത്തി തീർത്തു. കുരളും ഹാപ്പിയായി. അകനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ അവന് കിട്ടണം എന്നായിരുന്നു കുരലിന്റെയും ആഗ്രഹം. കുരലിനെ കാണിക്കാൻ മീറ്റ് ചെയ്ത സമയത്ത് ഇതിനെ സമ്മതിച്ചാൽ സംയുക്തക്ക് അകൻ ഒരു ക്യാമറ ഓഫർ ചെയ്തിരുന്നു. സംയുക്ത അത് ചോദിച്ചു വാങ്ങി. പിന്നാലെ അതിലപ്പോൾ തന്നെ ഒരു ഫോട്ടോയും എടുത്തു. അധികം വൈകാതെ തന്നെ കാനഡയിലേക്ക് പോകാൻ കുരളും പാരിയും തീരുമാനിച്ചിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്നതിനു മുമ്പ് അവസാനമായി അച്ഛനെ കാണണം എന്നൊരാഗ്രഹം കുരൽ പ്രകടിപ്പിച്ചു. ഇതേ സമയത്തായിരുന്നു ഡിവോഴ്സിന്റെ പേപ്പറുകൾ സമർപ്പിച്ചിരുന്ന വക്കീൽ വഴി അഴകപ്പന്റെ അടുത്തേക്ക് അകന്റെയും കുരളിന്റെയും ഡിവോഴ്സ് വിവരവും എത്തുന്നത്. അതിന് പുറകെയായിരുന്നു കുരൽ അച്ഛനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന കുരളിന്റെ മുമ്പിലേക്ക് കുട്ടിയെ താലോലിച്ചുകൊണ്ടിരുന്ന അച്ഛൻ ഡിവോഴ്സ് പേപ്പർ എടുത്തു വെച്ചു. എന്താ കാര്യമെന്ന് ചോദിച്ചു. കുരൽ ഞെട്ടിയിരുന്നു. അഴകപ്പൻ കുരലിന്റെ കഴുത്തിൽ പിടിച്ച് എന്താ നടക്കുന്നത് എന്ന മട്ടിൽ ദേഷ്യപ്പെട്ടു. എന്റെ പെങ്ങൾക്കൊന്നും എനിക്ക് നിന്നെ കൊല്ലാൻ വലിയ പാടുണ്ടാവില്ലെന്ന് പറഞ്ഞു. അത് കണ്ടതും മകൻ കയറി വന്നു. അവളല്ല, ഞാനാണ് ഡിവോഴ്സിന് അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞു. എനിക്ക് അവളെ ബോറടിച്ചെന്നും മടുത്തെന്നും അതുകൊണ്ടാണ് ഡിവോഴ്സ് ചെയ്യുന്നത് എന്നുമായിരുന്നു അകൻ പറഞ്ഞത്. അഴകപ്പൻ അത് കേട്ടകനെ തല്ലാൻ തുടങ്ങി. കുരള് സത്യം പറയാൻ മുന്നിട്ട് വന്നെങ്കിലും അകൻ കുരളിനെ തടഞ്ഞു. നീ വലുതും പറഞ്ഞാൽ കുട്ടിയെയും ഭാര്യയെയും നിന്റെ അച്ഛൻ കൊല്ലുമെന്നായിരുന്നു അകൻ പറഞ്ഞത്. കുരളിന് മിണ്ടാൻ പറ്റിയില്ല. അകനെ തല്ലിച്ചതച്ച് അഴകപ്പൻ പുറത്തിട്ടു. വിവരമറിഞ്ഞ അപ്പോഴേക്കും അകന്റെ അമ്മയോടി എത്തിയിരുന്നു. അകന്റെ അമ്മ അഴകപ്പനെ തടഞ്ഞു. നിങ്ങളുടെ മകന് എന്റെ മോളെ ബോറടിച്ചു, അതുകൊണ്ട് വേണ്ടെന്ന പറയുന്നേ, അതുകൊണ്ടാ തല്ലിയത് എന്നഴകപ്പൻ പറഞ്ഞപ്പോ ഞാൻ വളർത്തിയ മകൻ അങ്ങനെ പറയില്ല എന്നായിരുന്നു അമ്മയുടെ മറുപടി. പക്ഷേ കുരളിന് പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടി താൻ അങ്ങനെ പറഞ്ഞെന്ന് അകൻ സമ്മതിച്ചു. അതോടെ ഇനി നീ എന്തു വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് അകനെ അവിടെ ഉപേക്ഷിച്ച് അകന്റെ അമ്മ പോയി. കുരളിനെ അഴകപ്പൻ വീടിനകത്തേക്ക് കൊണ്ടുപോയി. അകൻ പുറത്തേക്കിറങ്ങി. എന്തു ചെയ്യണമെന്ന് അവൻ അറിവുണ്ടായിരുന്നില്ല. ഇതേസമയം മറുവശത്ത് അഴകപ്പൻ കുരളിനോട് സംസാരിച്ചു. എന്തൊക്കെ വന്നാലും മോള് വിഷമിക്കണ്ട, അവനല്ലെങ്കിൽ നമ്മുടെ ജാതിപ്പെട്ട മറ്റൊരു പയ്യനെ നിനക്ക് വേണ്ടി ഞാൻ കണ്ടെത്തും. അയാൾ പറഞ്ഞു, നിനക്ക് വേറെ വിവാഹം കഴിക്കണമെങ്കിൽ നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ, അവൻ മരിച്ചാലും നിനക്ക് വിവാഹം കഴിക്കാലോ. അഴകപ്പൻ അത് പറഞ്ഞതും കുരൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അഴകപ്പൻ പറഞ്ഞതിലൊരു അർത്ഥമുണ്ടായിരുന്നു. അകനെ കൊല്ലാൻ അയാൾ ആളെ വിട്ടിരിക്കുകയാണ്. അവിടെ ഒരു ഫൈറ്റ് ഇറങ്ങേറാൻ ആരംഭിച്ചിരുന്നു. ഇതേസമയം മറുവശത്ത് അച്ഛനിൽ നിന്ന് അത് കേട്ട കുരൽ പേടിയോടെ യഥാർത്ഥ സത്യങ്ങൾ അഴകപ്പനോട് തുറന്നു പറഞ്ഞു. പിന്നാലെ അകനെ വെറുതെ വിടാൻ അഴകപ്പൻ തന്നെ ആളുകൾക്ക് വിളിച്ചു പറഞ്ഞു. പക്ഷേ പാരിയെ കൊല്ലാനായിരുന്നു അഴകപ്പൻ ഉത്തരവിട്ടത്. പാരിയെ രക്ഷപ്പെടുത്താൻ അകനാ ഗുണ്ടകളോട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. മറുവശത്ത് അഴകപ്പനാകട്ടെ പാരിക്ക് കുരളിലുണ്ടായ കുട്ടിയെ കൊല്ലാൻ വേണ്ടി ആ കുട്ടിയെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. കുരളിന് അച്ഛനെ തടയാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കുരൾ ആ വിവരം അകനെ വിളിച്ചു പറഞ്ഞു. അകൻ പിന്നാലെ അഴകപ്പനെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു. ഇതേസമയം അഴകപ്പനാകട്ടെ ഒരിടത്തെത്തി കുഞ്ഞിനെ കൊല്ലാൻ തയ്യാറായി തോക്കു ചൂണ്ടി നിൽക്കുകയാണ്. പക്ഷേ ആ സമയത്തായിരുന്നു അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത്. അയാൾ കുഴഞ്ഞ താഴെ വീണു. കണ്ണു തുറക്കുമ്പോ അഴകപ്പൻ ആശുപത്രിയിലാണ്. ഡോക്ടർ അടുത്തുണ്ട്. ആ സമയത്ത് ഡോക്ടർ അയാളോട് പറഞ്ഞു, നിങ്ങൾ രക്ഷിച്ചത് നിങ്ങളുടെ പേരക്കുട്ടിയാണെന്ന്. നിങ്ങൾ കുഴഞ്ഞു വീണ് കിടന്ന സമയത്ത് ആ കുഞ്ഞ് അവിടെ നിന്ന് ഇഴഞ്ഞ് മെയിൻ റോട്ടിലേക്ക് വന്നു. കുഞ്ഞിനെ കണ്ട ആൾക്കാർ വണ്ടി നിർത്തി ഇറങ്ങി. കുഞ്ഞവിടെ നിന്നാ വന്നതെന്ന് നോക്കി. ആ സമയത്ത് കുഴഞ്ഞു വീണ് കിടന്ന നിങ്ങളെ കണ്ടതും ആൾക്കാർ ആശുപത്രിയിലേക്ക് എത്തിച്ചതും അത് കേട്ടതും അഴകപ്പൻ വല്ലാതെ കുറ്റബോധത്തിലാണ്ടു. താൻ കൊല്ലാൻ ശ്രമിച്ച കുട്ടി തന്റെ ജീവൻ സംരക്ഷിച്ചിരിക്കുന്നു. അയാള് വേദനയോടെ കരഞ്ഞു. അകനിത് നോക്കിക്കാണുന്നുണ്ട്. ഈ അവസരം മുതലെടുത്ത് തങ്ങളെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് കരുതി അവിടെ നിന്നും തിരിച്ചു പോവാൻ തുടങ്ങിയ കുരളിനെയും പാരിയെയും അകൻ തടഞ്ഞു നിർത്തി. എന്നിട്ട് കുഞ്ഞിനെ എടുത്ത് അയാളുടെ അടുത്തേക്ക് ചെന്നു. തന്റെ മകൾ മറ്റൊരാളെ വിവാഹം ചെയ്ത ശേഷം വേറൊരാളുടെ കുഞ്ഞിനെ ജന്മം കൊടുത്തത് തനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ അയാൾ പുലമ്പുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ വലിയ വിഷമം താൻ സഹിച്ചിട്ടുണ്ട് എന്നാണ് അകൻ പറയുന്നത്. താൻ അവളുടെ ഹസ്ബൻഡായിട്ട് കൂടി ഇതിനെല്ലാം അവളുടെ കൂടെ നിന്നില്ലേ? എന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്നായിരുന്നു അകൻ വ്യക്തമാക്കിയത്. അത് വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും ഒന്നുമല്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളെ അവൾ വിവാഹം കഴിക്കണമെന്നും അയാളുടെ കുഞ്ഞിനെ അവൾ പ്രസവിക്കണമെന്നും നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ തെറ്റാണ്. അവൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ആരുടെ കൂടെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് അവൾ തീരുമാനിക്കണം. അഴകപ്പൻ പറഞ്ഞു. പക്ഷേ അവൾ മറ്റൊരാളുടെ താലിയല്ല ഇപ്പൊ കഴുത്തിലണിഞ്ഞിരിക്കുന്നത്. അകന്റെ മറുപടി വന്നു. ഒരു പെണ്ണിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയേക്കാൾ വില അവളുടെ ഉള്ളിലെ ഫീലിംഗ്സിനുണ്ട്. അഴകപ്പന് തന്റെ തെറ്റ് തിരിച്ചറിയാൻ സാധിച്ചു. ഒടുവിൽ അയാൾ
അയാൾ ഭാര്യയെയും കുരളിനെയും അവരുടെ കുഞ്ഞിനെയും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി. അകൻ പുറത്തിറങ്ങി വേദനയിലും സന്തോഷത്തിലും ആ ദൃശ്യങ്ങൾ നോക്കിക്കണ്ടു. താൻ ആഗ്രഹിച്ച പോലെ കുരളിന്റെ സന്തോഷം അവൻ മുമ്പിൽ കാണുന്നു. അപ്പോഴാണ് കഥ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നത്. യാഥാർത്ഥ്യത്തിൽ ഡോക്ടർ പറഞ്ഞ പോലെ കുട്ടിയൊന്നുമായിരുന്നില്ല വീണുകിടന്ന അഴകപ്പനെ രക്ഷിച്ചത്. അഴകപ്പനെ നോക്കിപ്പോയ അകനും കൂട്ടുകാരനും ട്രാക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. വീണുകിടന്ന അഴകപ്പനെ ആശുപത്രിയിൽ എത്തിച്ചത് അകനാണ്. പ്രാങ്ക് രീതിയിൽ അവിടെ ഒരു നുണക്കഥ അകൻ അടിച്ചിറക്കി. അതായിരുന്നു ഡോക്ടർ വഴി അഴകപ്പൻ അറിഞ്ഞത്. കുറച്ച് നാളുകൾ മുമ്പോട്ടേക്ക് പോയി. മുമ്പ് താൻ നടത്തിയ ഹോണർ കില്ലിംഗ് എത്ര വലിയ തെറ്റായിരുന്നു എന്ന തിരിച്ചറിവ് ആ സംഭവങ്ങൾ കൊണ്ട് അഴകപ്പന് വന്നിരുന്നു. അഴകപ്പൻ അകന്റെ അമ്മയോട് ഒക്കെ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ചു. തന്റെ സഹോദരിയെ കൊന്ന കുറ്റം ഏറ്റെടുത്ത് അയാൾ ജയിലിൽ പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം അകനും അമ്മയും ഒന്നിച്ചിരിക്കുകയാണ്. അവനൊരു സർപ്രൈസ് അവന്റെ അമ്മ ഒരുക്കിയിരുന്നു. അവന്റെ കമ്പനി ടീമും അതിനമ്മയുടെ കൂടെയുണ്ട്. അമ്മ അവനൊരു ബോക്സ് സമ്മാനിച്ചു. അവൻ ആ ബോക്സ് തുറന്നു. അതിലുണ്ടായിരുന്നത് സംയുക്തയ്ക്ക് ക്യാമറ സമ്മാനിച്ചപ്പോ സംയുക്ത അകനൊപ്പം എടുത്ത ആ ഫോട്ടോ ആയിരുന്നു. വില്യം മാരി മീ എന്നതിൽ എഴുതിയിരുന്നു. ആ കുട്ടിയെ നിനക്ക് ഇഷ്ടമായില്ലേ, കല്യാണം കഴിച്ചുകൂടെയെന്ന് അമ്മ ചോദിച്ചു. ആദ്യം അകനില്ലെന്ന് പറഞ്ഞെങ്കിലും പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ് ഓഫ് ആയി. ലൈറ്റ് ഓൺ ആയപ്പോ അവന് മുമ്പിൽ അവന്റെ കമ്പനിയിലെ ടീം മുഴുവനുണ്ട്. മുട്ടുകുത്തി നിന്ന് സംയുക്ത അവനെ പ്രപ്പോസ് ചെയ്യുന്നു. പക്ഷെ അപ്പോഴും അകനതിന് സമ്മതമായിരുന്നില്ല. അകനതിനെ എതിർത്തു നിന്നു. കുരൾ അപ്പോഴാണ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അകൻ നേരത്തെ അവളെ തെറ്റിദ്ധരിപ്പിച്ചതാണല്ലോ. കുരൾ അവന്റെ കരണം പുകച്ചു. അപ്പോഴേക്കും സംയുക്തയുടെ കണ്ണു നിറഞ്ഞൊടുകാൻ തുടങ്ങിയിരുന്നു. സംയുക്ത അകനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. അകൻ ഒരു നിമിഷം ആലോചിച്ചു. എന്തു വേണം, അകനും അവളോട് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനും അവളെ തിരിച്ചു സ്നേഹിക്കാനും അകൻ തീരുമാനിക്കുകയാണ്. അതോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഡ്യൂഡ് എന്ന ഈ സിനിമ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.